KPCC അംഗത്വം രാജിവെച്ച് മൂവാറ്റുപുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ മുഹമ്മദ് ബഷീർ. കോൺഗ്രസ് സംഘടനാ നേതൃത്വത്തിന്റെ പ്രവർത്തന രീതികൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയാണ് KPCC അംഗത്വം രാജിവെച്ചതെന്ന് കോൺഗ്രസ് നേതാവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വൈകുന്നതിലും ദേശീയ നേതാവ് കേരളത്തിലെത്തി ഗ്രൂപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിലും പ്രതിഷേധിച്ചാണ് മൂവാറ്റുപുഴയിലെ മുതിർന്ന നേതാവ് എ മുഹമ്മദ് ബഷീർ KPCC അംഗത്വം രാജിവെച്ചത്. രാജിക്കാര്യം അറിയിക്കുന്നതിന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചു. KPCC യോഗം ചേർന്നിട്ട് 4 വർഷം കഴിഞ്ഞെന്നും തങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേദിയില്ലാത്തതിനാലാണ് പരസ്യ പ്രതികരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ നിയന്ത്രിക്കാൻ ആരുമില്ല. AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് പാടില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് നടപടികൾ ആലോചിച്ചാലോ ചർച്ച ചെയ്താലോ നടപടിയെടുക്കും എന്ന AICCയുടെ നിർദ്ദേശം സമ്പൂർണ്ണമായ ആവണമെന്ന് കേരളത്തിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. KPCC ജനറൽ ബോഡി യോഗങ്ങളും സംഘടനാ ചർച്ചകളും യഥാസമയം നടക്കാത്തതും ഗ്രൂപ്പ് രാഷ്ട്രീയവും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതായും അദ്ദേഹം വിമർശിച്ചു. പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് സഭയിലുണ്ടായിരുന്ന VD സതീശൻ ഒരു പിന്തുണയും നൽകിയില്ലെന്നും മറിച്ചായിരുന്നെങ്കിൽ 2ാം പിണറായി സർക്കാർ ഉണ്ടാകുമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ UDFന് വിജയമുണ്ടായത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ പ്രവർത്തന മികവുകൊണ്ടല്ല. കേരളത്തിൽ UDFനുണ്ടായ വിജയത്തിന് നന്ദി പറയേണ്ടത് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത മാത്യു കുഴൽനാടൻ MLA KPCC പ്രസിഡന്റാക്കാൻ ഗ്രൂപ്പ് ലീഡർമാർ ശ്രമിക്കുകയാണെന്നും എ മുഹമ്മദ് ബഷീർ കുറ്റപ്പെടുത്തി. മൂവാറ്റുപുഴയിലെ കോൺഗ്രസുകാരെ ഒന്നിച്ച് ഒരു നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസുകാരെ ഒന്നിച്ച് നടത്താൻ കഴിയാത്ത ഒരാളെ KPCC പ്രസിഡന്റാക്കിയ KPCC പിരിച്ചുകൊണ്ടുള്ള വലിയൊരു